ഹരികൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചന്ദ്രവംശത്തിലെ മഹാപ്രതാപിയും നീതിമാനുമായ രാജാവായിരുന്നു പരീക്ഷിത്ത്. ഒരിക്കൽ പരീക്ഷിത് മഹാരാജാവ് കാട്ടിൽ വേട്ടയാടാൻ പോയി. വേട്ടയാടി തളർന്നപ്പോൾ രാജാവിന് വളരെയധികം ദാഹം തോന്നി. കുടിവെള്ളം അന്വേഷിച്ച് പരീക്ഷിത്ത് മുന്നോട്ട് നടന്നു. അടുത്തെങ്ങും അരുവികളൊന്നും ഉള്ള ലക്ഷണമില്ല. കുറച്ചു ദൂരം പോയപ്പോൾ മുന്നിൽ അതാ ഒരു സന്യാസി ധ്യാനനിരതനായിട്ടിരിക്കുന്നു. ആശ്വാസം, ഇദ്ദേഹം തീർച്ചയായും കുടിവെള്ളം തരും. പരീക്ഷിത്ത് വളരെയധികം സന്തോഷിച്ചു. പരീക്ഷിത്ത് സന്യാസിയുടെ അടുക്കലെത്തി കുടിവെള്ളം എവിടെ ലഭിക്കും എന്ന് അന്വേഷിച്ചു. ധ്യാനനിരതനായിരുന്ന ആ സന്യാസി ശമീകൻ എന്ന മഹർഷിയായിരുന്നു. ഈശ്വരനിൽ തൻ്റെ മനസ്സർപ്പിച്ച് ഏകാഗ്രനായിരിക്കുന്നത് കൊണ്ട് രാജാവിൻ്റെ ചോദ്യങ്ങളൊന്നും ശമീകൻ കേട്ടതേയില്ല. ഇടയ്ക്കെങ്ങാനും ധ്യാനത്തിൽ നിന്നുണരുമ്പോൾ ശമീകൻ കാടിനപ്പുറമുള്ള പുൽമേട്ടിലേക്ക് പോകും. അവിടെ മേയുന്ന പശുക്കളുടെ പൈക്കിടാങ്ങൾ തള്ളപ്പശുവിൻ്റെ അകിടിൽ നിന്ന് പാൽ കുടിക്കുന്നുണ്ടാകും. പാൽ കുടിക്കുന്ന പൈക്കിടാങ്ങളുടെ കടവായിലൂടെ പുറത്തു വരുന്ന പാൽപത മാത്രമാണ് ശമീകൻ ഭക്ഷിച്ചിരുന്നത്. ഇത് മാത്രം മതിയായിരുന്നു ആ മഹാതാപസന് ജീവിക്കാൻ. എത്ര വിളിച്ചിട്ടും പാറ പോലെ ഉറച്ചിരിക്കുന്ന ശമീകനോട് രാജാവിന് വല്ലാത്ത കോപം തോന്നി. വെറും ഒരു രാജാവ് മാത്രമല്ല പരീക്ഷിത്ത്, ചന്ദ്രവംശജനും ഹസ്തിനപുര ചക്രവർത്തിയുമാണ് അദ്ദേഹം. പാണ്ഡവ കുലജാതൻ, അർജുനൻ്റെ ചെറുമകൻ, അഭിമന്യുവിൻ്റെ പുത്രൻ. അതെ, മഹത്വത്തിലും ആത്മാഭിമാനത്തിലും വിട്ടുവീഴ്ചകൾ ചെയ്യാത്ത അഭിമന്യുവിൻ്റെ പുത്രൻ. അങ്ങനെയുള്ള പരീക്ഷിത്തിന് അല്പം ദാഹജലം ചോദിച്ചിട്ട് അനങ്ങാതിരിക്കുന്ന മുനിയോട് കലശലായ ദേഷ്യം തോന്നുക സ്വാഭാവികം മാത്രം. എന്നിട്ടും പരീക്ഷിത്ത് ശമീകനെ വിളിച്ചുണർത്തിയില്ല. അദ്ദേഹം വെറുപ്പോടെയും അത്യധികം ദാഹക്ഷീണങ്ങളോടെയും മടങ്ങിപ്പോകാൻ തയ്യാറായി. അപ്പോഴാണ് പരീക്ഷിത്ത് അവിടെ അടുത്തായി ഒരു പാമ്പ് ചത്തുകിടക്കുന്നത് കണ്ടത്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന പോലെ ഇരിക്കുന്ന സന്യാസിയെ ഒന്ന് പരിഹസിക്കാനായി പരീക്ഷിത്ത് ആ പാമ്പിനെ വില്ലിൻ്റെ തുമ്പുകൊണ്ട് തോണ്ടിയെടുത്ത് ശമീകൻ്റെ കഴുത്തിലിട്ടു. എന്നിട്ടും മുനി ഒന്നും അറിഞ്ഞില്ല. കുരുവംശ സാമ്രാട്ടായ തന്നെ ശ്രദ്ധിക്കാതിരുന്ന മുനി ചത്ത പാമ്പിനെയും കഴുത്തിലിട്ട് ഇരിക്കുന്നത് കണ്ട് പരീക്ഷിത്ത് ചിരിച്ചുപോയി. രസമുള്ള ആ കാഴ്ച അല്പനേരം നിന്നു കണ്ടതിന് ശേഷം വേഗം തന്നെ കുടിവെള്ളം തേടി രാജാവ് നടന്നകന്നു. മുനി ശമീകൻ്റെ പുത്രൻ ശൃംഗി ആശ്രമത്തിനടുത്ത് കൂട്ടുകാരുമായി കളിക്കുകയായിരുന്നു. ചത്ത പാമ്പിനെയും കഴുത്തിലണിഞ്ഞ് ശിവനാണെന്ന ഭാവത്തിലാണ് ശൃംഗിയുടെ അച്ഛൻ്റെ ഇരിപ്പെന്ന് പറഞ്ഞ് അവർ അവനെ കളിയാക്കി. ഇതു കേട്ട ശൃംഗി അച്ഛൻ തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. അവിടെ ചത്ത പാമ്പിനെയും കഴുത്തിലണിഞ്ഞ് ഒന്നും അറിയാതെയിരിക്കുന്ന തൻ്റെ പിതാവിനെ കണ്ട് ആ ബാലന് വളരെ ദുഃഖവും സങ്കടവും വന്നു. തൻ്റെ അച്ഛനെ ഈ വിധത്തിൽ അപമാനിച്ച വ്യക്തിയെ ആ മുനികുമാരൻ ശപിച്ചു. എൻ്റെ പിതാവിൻ്റെ തോളിൽ ചത്ത സർപ്പത്തെ എടുത്തിട്ട പാപി തക്ഷകനാഗത്തിൻ്റെ കടിയേറ്റ് 7 നാൾക്കകം മരിക്കട്ടെ. ഈ ഉഗ്രശാപത്തെക്കുറിച്ച് ധ്യാനദൃഷ്ടിയിൽ അറിഞ്ഞ ശമീകൻ ഉടൻ തപസ്സിൽ നിന്നുണർന്ന് ശാപകാരണമായ സംഭവം എന്തെന്ന് മകനോട് ചോദിച്ചറിഞ്ഞു. തൻ്റെ കഴുത്തിൽ ചത്ത സർപ്പത്തെ എടുത്തിട്ടത് ധർമ്മിഷ്ഠനായ പരീക്ഷിത് രാജാവാണെന്ന് മുനിക്ക് മനസ്സിലായി. പെട്ടെന്നുള്ള കോപം കൊണ്ട് മകൻ നടത്തിയ ശാപത്തിൽ ശമീക മഹർഷി വളരെ ദുഃഖിച്ചു. പരമഭക്തനായ പരീക്ഷിത്തിനെയാണ് താൻ ശപിച്ചതെന്നറിഞ്ഞപ്പോൾ മുനിപുത്രനായ ശൃംഗിയും വളരെ സങ്കടത്തിലായി. ഉടനടി ശാപവിവരം മഹാരാജാവിനെ അറിയിക്കാൻ ശൃംഗി ഒരു മുനികുമാര സുഹൃത്തിനെ ഹസ്തിനപുരത്തിലേക്ക് അയച്ചു. മുനികുമാരൻ്റെ സുഹൃത്തിൽ നിന്നും പരീക്ഷിത് മഹാരാജാവ് തനിക്കു കിട്ടിയ ശാപത്തെക്കുറിച്ച് അറിഞ്ഞു. മരണത്തിന് ഇനി വെറും 7 ദിവസങ്ങൾ മാത്രം. തക്ഷകൻ എന്ന സർപ്പത്തിൻ്റെ ദംശനമേറ്റ് തൻ്റെ ജീവൻ പൊലിയുമെന്ന് പരീക്ഷിത് മഹാരാജാവിന് ഉറപ്പായിരുന്നു. ഭയന്ന് ഒളിച്ചോടുന്നതിന് പകരം ആ 7 ദിവസങ്ങൾ കൊണ്ട് തൻ്റെ ആത്മാവിന് മോക്ഷം നൽകുന്ന അറിവ് നേടാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. പരീക്ഷത്തിൻ്റെ
ഈ ആത്മീയ ദാഹത്തിന് ശമനം നൽകാൻ വ്യാസപുത്രനായ ശുകമഹർഷി എത്തി. രാജാവിൻ്റെ മനസ്സിനെ മരണഭയത്തിൽ നിന്ന് മാറ്റാൻ ഭഗവാന്റെ മഹിമകൾ അദ്ദേഹം വിവരിച്ചു തുടങ്ങി. അവിടെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ പ്രളയത്തിൽ മുങ്ങിപ്പോയ കാലത്തെക്കുറിച്ചും ലോകത്തെ രക്ഷിക്കാൻ മഹാവിഷ്ണു എടുത്ത ആദ്യ അവതാരത്തെക്കുറിച്ചും ശുകമഹർഷി പറഞ്ഞു തുടങ്ങിയത്. ഭഗവാൻ മഹാവിഷ്ണു ദശാവതാരമെടുത്ത് ഭൂമിയിൽ അവതരിക്കാനുണ്ടായ കാരണവും അതിനു പിന്നിലുള്ള കഥയും എന്താണെന്ന് നോക്കാം. ഒരിക്കൽ ദേവാസുര യുദ്ധത്തിൽ അസുരന്മാർ തോറ്റു തുടങ്ങിയപ്പോൾ അവരെ രക്ഷിക്കാനായി ശുക്രാചാര്യർ മഹാദേവനെ പ്രീതിപ്പെടുത്താൻ തപസ്സിന് പോയി. ഈ സമയം അസുരന്മാർക്ക് ആരും രക്ഷയില്ലാതായി. അവർ ശുക്രാചാര്യരുടെ മാതാവായ കാവ്യയുടെ അടുത്ത് അഭയം തേടി. കാവ്യ വലിയൊരു തപസ്വിനിയായിരുന്നു. ശരണാഗതരായ അസുരന്മാരെ വധിക്കാൻ ദേവന്മാർ എത്തിയപ്പോൾ കാവ്യ തൻ്റെ തപോബലത്താൽ ദേവന്മാരെ നിശ്ചലരാക്കി. സാക്ഷാൽ ഇന്ദ്രന് പോലും കാവ്യയുടെ ശക്തിക്കു മുന്നിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ദേവന്മാർ നിസ്സഹായരായപ്പോൾ അവർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. അസുരന്മാർ ലോകം നശിപ്പിക്കുന്നത് തടയാനും ഇന്ദ്രനെ രക്ഷിക്കാനും വിഷ്ണു തയ്യാറായി. എന്നാൽ ഒരു സ്ത്രീയെ വധിക്കുന്നത് അധർമ്മമാണെന്ന് വിഷ്ണുവിന് അറിയാമായിരുന്നു. എങ്കിലും ധർമ്മ സംരക്ഷണത്തിനായി ഭഗവാൻ തൻ്റെ സുദർശന ചക്രം പ്രയോഗിക്കുകയും കാവ്യയുടെ തലയറുക്കുകയും ചെയ്തു. ആദ്യത്തെ സ്ത്രീവധം. ഇതുകണ്ട് ഈ 7 ലോകവും ഞെട്ടിത്തെറിച്ചു. വധിക്കപ്പെട്ടത് വെറും സ്ത്രീയല്ല, വൃദ്ധമാതാവ്, ശുക്രാചാര്യരുടെ തപോവൃദ്ധയായ അമ്മ. മകൻ്റെ ശിഷ്യന്മാരെ സംരക്ഷിക്കുക മാത്രമാണ് ആ അമ്മ ചെയ്തത്. അതും ആയുധം കൊണ്ടല്ല. ആയുധവുമായി അലറിയടുത്ത ദേവസൈന്യത്തെ തപോബലം കൊണ്ടാണ് ആ അമ്മ നേരിട്ടത്. മഹാവിഷ്ണുവിൻ്റെ സുദർശനം തന്നെപ്പോലെ ഒരു വൃദ്ധ താപസിയെ തേടിവരുമെന്ന് ആ സന്യാസിനി കരുതിയതേയില്ല. ശുക്രാചാര്യരുടെ ആശ്രമത്തിലുണ്ടായിരുന്ന ഭൃഗുമഹർഷി ഈ അറും കൊല കണ്ട് കോപാക്രാന്തനായി. മഹാവിഷ്ണു വൈകുണ്ഠം വിട്ട് ഭൂമിയിൽ വന്ന് അവതാരങ്ങൾ എടുക്കട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു. സ്ത്രീവധത്തിനുള്ള ശിക്ഷ. ശാപം ഫലിച്ചു. മഹാവിഷ്ണു പല അവതാരങ്ങളും എടുത്തു. ദശാവതാരങ്ങൾ. വിശ്വരക്ഷയ്ക്കായുള്ള വിഷ്ണുവിൻ്റെ ത്യാഗമാണ് ഓരോ അവതാരവും. എല്ലാ അവതാരങ്ങളുടെയും ലക്ഷ്യം ദുഷ്ടസംഹാരവും ശിഷ്ടരക്ഷയുമാണ്. അതുകൊണ്ടുതന്നെ ദുഷ്ടശക്തിയുമായുള്ള ഉഗ്രപോരാട്ടങ്ങൾ ഓരോ അവതാരത്തിലും ഉണ്ടായിട്ടുണ്ട്. ജഗത് നേതാവായ ഭഗവാൻ ഇങ്ങനെ ദുഷ്ടശക്തികളെ നശിപ്പിക്കുവാൻ അവതരിക്കേണ്ടി വന്നത് ധർമ്മ സംസ്ഥാപനത്തിനായിരുന്നു. എങ്കിലും ഇതിനു പിന്നിൽ ഇപ്പോൾ പറഞ്ഞ സ്ത്രീവധശാപവും ഉണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ യോഗനിദ്രയിൽ നിന്ന് പച്ചയായ ലോക ജീവിതത്തിലേക്കുള്ള ഓരോ അവതാരവും വേദനാജനകമായിരുന്നു. ഓരോ അവതാരം കഴിയും തോറും ഭഗവാന്റെ ത്യാഗങ്ങളുടെ അളവ് കൂടിക്കൂടി വന്നു. കോപവും വധവും പോലെ അഹങ്കാരവും ഈശ്വരന്മാരിൽ നിന്ന് തുടങ്ങുന്നു. സൃഷ്ടി സ്ഥിതി സംഹാര കർത്താക്കളായ ത്രിമൂർത്തികൾ ഏകമായ പരബ്രഹ്മത്തിൻ്റെ 3 ഭാവങ്ങളായിരുന്നു. എങ്കിലും അവർ ആരാണ് വലിയവൻ എന്ന നിരന്തരം തർക്കിച്ചുകൊണ്ടേയിരുന്നു. വലിയവനാര് എന്ന് ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും തർക്കിച്ച് കലഹമുണ്ടായി. രണ്ടുപേരുടെയും വാദപ്രതിവാദം വളരെ അധികമായപ്പോൾ അവരുടെ മധ്യത്തിൽ അനന്തമായ ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെടുകയും ഇതിൻ്റെ അറ്റം ആദ്യം കണ്ടുപിടിക്കുന്നയാൾ ലോകനാഥൻ എന്ന് അശരീരി ഉണ്ടാവുകയും ചെയ്തു. ശിവലിംഗത്തിൻ്റെ അഗ്രം കണ്ടെത്തുന്നതിനായി അപ്പോൾ തന്നെ ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു താഴേക്കും യാത്രയായി. ഈ യാത്ര ബ്രഹ്മാവിൻ്റെ അഹന്തയ്ക്കുള്ള ശിക്ഷയുടെ നിത്യസ്മാരകമായി തീർന്നു. മുകളിലേക്കു സഞ്ചരിച്ച ബ്രഹ്മാവിന് ഇടയ്ക്ക് വെച്ച് താഴേക്ക് പതിക്കുന്ന ഒരു കൈതപ്പൂവിതൾ കിട്ടി. യാത്ര മതിയാക്കി പൂവിതളുമായി മടങ്ങിയ ബ്രഹ്മാവ് വിഷ്ണുവിനെ കണ്ടെത്തി. അത് കാട്ടിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ശിവലിംഗത്തിൻ്റെ അഗ്രത്തുനിന്നും എടുത്തതാണിത്. ഞാൻ വിജയിച്ചിരിക്കുന്നു. ഞാനാണ് ലോകനാഥൻ. ബ്രഹ്മാവിൻ്റെ ഈ വാക്കുകൾ മഹാവിഷ്ണു വിശ്വസിച്ചില്ല. അദ്ദേഹം ശിവനെ ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തി സത്യം അന്വേഷിച്ചു.
ബ്രഹ്മാവ് നുണ പറഞ്ഞെന്നറിഞ്ഞ ശിവൻ അദ്ദേഹത്തിൻ്റെ ഒരു തല പറിച്ചെടുത്തു കളഞ്ഞു. ഇങ്ങനെ പറിച്ചെടുത്ത ബ്രഹ്മാവിൻ്റെ തലയോടാണ് ശിവൻ പിന്നീട് തൻ്റെ ഭിക്ഷാപാത്രമായി ഉപയോഗിച്ചത്. 4 തലകളിൽ ഒന്നുപോയ ബ്രഹ്മാവിന് അധികം താമസിയാതെ കൈതപ്പൂവിൻ്റെ ഗതിയും വന്നു. മാത്രമല്ല, ശിവൻ ബ്രഹ്മാവിനെ ശപിച്ചു. നീ അസത്യം പറഞ്ഞതുകൊണ്ട് ഭൂമിയിൽ ഒരിടത്തും നിനക്കായി ക്ഷേത്രങ്ങൾ ഉണ്ടാവില്ല, നിന്നെ ആരും പൂജിക്കില്ല. കള്ളസാക്ഷി പറഞ്ഞ കൈതപ്പൂവിനെ പൂജകളിൽ നിന്ന് ഒഴിവാക്കി. ശിവനെ തപസ്സു ചെയ്ത് ആദ്യം പ്രസാദിപ്പിക്കാനുള്ള ബ്രഹ്മവിഷ്ണു മത്സരമാണ് ഇക്കുറി വിനയായത്. ശിവൻ 2 പേർക്കും ഒരുപോലെ ദർശനം നൽകി. ബ്രഹ്മാവ് ആദ്യം വരം ചോദിച്ചു, അങ്ങ് എൻ്റെ പുത്രനായി ജനിക്കണം. ഉടൻ വിഷ്ണുവിൻ്റെ ചോദ്യം വന്നു, അങ്ങയുടെ പാദസേവകനാകാൻ എനിക്ക് വരം തരണം. അതുകേട്ട പരമശിവൻ ബ്രഹ്മാവിന് ശാപവും വിഷ്ണുവിന് വരവും കൊടുത്തു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ബ്രഹ്മാവ് അഹങ്കാരത്തോടെയാണ് ശിവനോട് തൻ്റെ മകനായി ജനിക്കണം എന്ന് പറഞ്ഞത്. എന്നാൽ ബ്രഹ്മാവിൻ്റെ അഹങ്കാരം പൂർണ്ണമായും നശിച്ചപ്പോൾ അദ്ദേഹം ശിവനോട് മാപ്പ് അപേക്ഷിച്ചു. ഈ സന്ദർഭത്തിലാണ് ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കാൻ ശിവൻ്റെ സഹായം തേടിയത്. ശിവൻ തൻ്റെ അംശമായി ബ്രഹ്മാവിൻ്റെ പുത്രനായി രുദ്രനായി ജനിക്കുമെന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ പരമശിവൻ ബ്രഹ്മാവിൻ്റെ പുത്രനായി ബ്രഹ്മാവിൻ്റെ നെറ്റിയിൽ നിന്നും രുദ്രനായി അവതരിച്ചു. ബ്രഹ്മാവ് ആദ്യം അഹങ്കാരത്തോടെ പുത്രനാകണം എന്ന് പറഞ്ഞപ്പോൾ ശാപം ലഭിച്ചു. പിന്നീട് വിനയത്തോടെ അപേക്ഷിച്ചപ്പോൾ ശിവൻ രുദ്രരൂപത്തിൽ പുത്രനായി അവതരിക്കുകയും ചെയ്തു. പിന്നീട് ത്രേതായുഗത്തിൽ ബ്രഹ്മാവ് രാവണന് അസ്ത്രം നൽകിയും മേഘനാഥന് ഇന്ദ്രജിത്ത് എന്ന നാമം നൽകിയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ കഥ എന്താണെന്ന് നോക്കാം. ഒരിക്കൽ രാവണൻ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ കഠിനമായ തപസ്സു ചെയ്തു. തൻ്റെ 10 തലകളും ഓരോന്നായി അറുത്ത് അഗ്നിയിൽ അർപ്പിച്ചു. ഇതിൽ സംപ്രീതനായ ബ്രഹ്മാവ് രാവണന് പല വരങ്ങളും നൽകി. ദേവന്മാരാലോ അസുരന്മാരാലോ വധിക്കപ്പെടില്ല എന്ന വരത്തിനു പുറമെ ബ്രഹ്മാവ് രാവണന് അതീവ ശക്തമായ ഒരു ബ്രഹ്മാസ്ത്രവും നൽകി. രാവണൻ്റെ മരണം തൻ്റെ കയ്യിലുള്ള അസ്ത്രത്തിലല്ല, മറിച്ച് തൻ്റെ നാഭിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അമൃതിലാണെന്ന് ബ്രഹ്മാവ് രാവണനോട് പറഞ്ഞിരുന്നു. രാമരാവണ യുദ്ധത്തിൽ രാവണൻ്റെ 10 തലകൾ അറുത്തിട്ടും അദ്ദേഹം മരിക്കാതിരുന്നപ്പോൾ വിഭീഷണൻ്റെ ഉപദേശപ്രകാരം രാമൻ ബ്രഹ്മാസ്ത്രം രാവണൻ്റെ നാഭിയിലേക്ക് തൊടുത്തു. അവിടെയാണ് രാവണൻ്റെ അന്ത്യം സംഭവിച്ചത്. ഇനി മേഘനാഥൻ എങ്ങനെ ഇന്ദ്രജിത്തായി എന്ന് നോക്കാം. രാവണൻ്റെ പുത്രനായ മേഘനാഥനായിരുന്നു അസുരപക്ഷത്തെ ഏറ്റവും വലിയ പോരാളി. ജനിച്ച സമയത്ത് മേഘങ്ങൾക്കിടയിൽ നിന്ന് ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം പുറപ്പെടുവിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് മേഘനാഥൻ എന്ന പേര് ലഭിച്ചത്. ഒരിക്കൽ രാവണനും ഇന്ദ്രനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഇന്ദ്രൻ രാവണനെ ബന്ധനസ്ഥനാക്കി. ഇത് കണ്ട മേഘനാഥൻ തൻ്റെ മായാശക്തിയും യുദ്ധനൈപുണ്യവും ഉപയോഗിച്ച് ഇന്ദ്രനെ തോൽപ്പിക്കുകയും ഇന്ദ്രനെ ലങ്കയിലേക്ക് തടവുകാരനായി കൊണ്ടുപോവുകയും ചെയ്തു. ഇന്ദ്രനെ മോചിപ്പിക്കാനായി ബ്രഹ്മാവ് ലങ്കയിലെത്തി. മേഘനാഥൻ്റെ പരാക്രമത്തിൽ അത്ഭുതം കൂറിയ ബ്രഹ്മാവ് അദ്ദേഹത്തെ ഇന്ദ്രജിത്ത്, അതായത് ഇന്ദ്രനെ ജയിച്ചവൻ എന്ന് വിളിച്ചു. കൂടാതെ പല ദിവ്യാസ്ത്രങ്ങളും അദ്ദേഹത്തിന് വരമായി നൽകുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ബ്രഹ്മാവ് ത്രേതായുഗത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. എന്നാൽ ഇതുകൊണ്ടൊന്നും സൃഷ്ടിയുടെ മൂർത്തി നിസ്സാരക്കാരനാണെന്നോ കുഴപ്പക്കാരനാണെന്നോ നാം കരുതരുത്. ജഗത്തിൻ്റെ നിർമ്മാണ കർത്താവാണ് അദ്ദേഹം. പ്രപഞ്ചമൂലമായ വേദങ്ങൾ രചിച്ചതും ബ്രഹ്മാവ് തന്നെയെന്നു പറയപ്പെടുന്നു. യാഗങ്ങൾ ചെയ്യുന്നതിനുള്ള വിധികൾ എന്ന രീതിയിലാണ് അദ്ദേഹം വേദരചന നടത്തിയത്. വേദങ്ങളെ 4ആയി വിഭജിക്കുക മാത്രമാണ് ദ്വാപരയുഗത്തിൽ ജനിച്ച വ്യാസമുനി ചെയ്തത് എന്ന് പുരാണങ്ങൾ പറയുന്നു. പ്രപഞ്ച സൃഷ്ടിക്കുള്ള മൂലഗ്രന്ഥമായി ബ്രഹ്മാവ് കരുതി വച്ചിരുന്ന വേദങ്ങൾ ഒരിക്കൽ മോഷ്ടിക്കപ്പെട്ടുവത്രേ. ഇതാണ് മത്സ്യാവതാര ഹേതുവായി പറയപ്പെടുന്നത്. പരീക്ഷിത് മഹാരാജാവിന് മുന്നിൽ ശുകബ്രഹ്മർഷി ഓരോ രഹസ്യങ്ങളും അനാവരണം ചെയ്യുകയാണ്.
ഭൃഗുമഹർഷിയുടെ ശാപവും ബ്രഹ്മാവിൻ്റെ അഹങ്കാരവും അസുരന്മാരുടെ വരബലവും എല്ലാം ചേർന്ന് പ്രപഞ്ചത്തെ ഒരു മഹാപ്രളയത്തിലേക്കാണ് നയിച്ചത്. ആ പ്രളയത്തിൽ നിന്നും ലോകത്തെയും വേദങ്ങളെയും വീണ്ടെടുക്കാൻ ഭഗവാൻ എടുത്ത ആദ്യത്തെ അത്ഭുത അവതാരമാണ് മത്സ്യാവതാരം. ആദ്യമായി ഭഗവാൻ എന്തിനാണ് ഒരു മത്സ്യമായി അവതരിച്ചത്? ആരായിരുന്നു ആ അവതാരത്തിന് കാരണമായ സത്യവ്രതൻ എന്ന രാജാവ്? ആ കഥയുമായി നമുക്ക് പിന്നെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഭൃഗുമഹർഷി വിഷ്ണുവിനെ ശപിച്ചത് ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉത്തരം കമൻറ്റ് ചെയ്യൂ. ഹരേ കൃഷ്ണ.